ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്രിമിനൽ, ഹീസ് ദ ബിഗ്ഗസ്റ്റ് ബിസിനസ്മാൻ, ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് നാഷണൽ ഇഷ്യൂ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ പറയാൻ പോകുന്നത് റോക്കിയെ കുറിച്ചും KGF കുറിച്ചൊക്കെയാണെന്ന്. KGF കുറിച്ച് തന്നെയാണ് പറയാനായിട്ടുള്ളത്. ഒരു ഒന്നൊന്നര അപ്ഡേറ്റ് തന്നെയാണ് പറയാനായിട്ടുള്ളത്. നിങ്ങൾ അടിച്ച് കയറി വാ എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടിയിടുണ്ടാവും. എനിക്ക് നിങ്ങളോട് തന്നെയാണ് പറയാനായിട്ടുള്ളത്. എല്ലാവരും അടിച്ച് കയറി വാ. പുതിയ വീഡിയോകൾ, പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളാണ് വരാനായിട്ട് പോകുന്നത്. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് അടിച്ച് കയറി വാ. നമുക്കിന്ന് പറയാനായിട്ടുള്ളത് KGF എന്ന് പറയുന്ന സിനിമയെ കുറിച്ചും ഒപ്പം തന്നെ ലാലേട്ടൻ്റെ ഒരു കിടുക്കാച്ചി സംഭവത്തിനെ കുറിച്ചുമാണ്. കാരണം ഇത് കേൾക്കുന്ന സമയത്ത് ചെറിയൊരു രോമാഞ്ചൊക്കെ വരുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് പറ്റും. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. KGF ഫ്രാഞ്ചൈസിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ KGF 1 ആണോ KGF 2 ആണോ എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം KGF 1 എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്തേക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് KGF 2 എന്ന് പറയുന്നത് മാസ്ക ബാപ്പ് എന്ന് പറയുന്ന ലെവലിൽ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിനിമയാണ്. ഈ രണ്ട് സിനിമകൾക്ക് മുകളിൽ നിൽക്കുന്ന സിനിമ ഇനി ഏത്? അത് പ്രശാന്തിയിലെ പടച്ചുവിട്ട കടവുകളായിട്ടുള്ള പ്രശാന്തിയിലെ കൊണ്ട് തന്നെ ഇതിന് മേലൊരു സിനിമ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് സലാർ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയായിരുന്നു അല്ലേ. പക്ഷെ സലാർ ഇറങ്ങിയേക്കുന്ന സമയത്ത് കാര്യങ്ങൾക്കൊക്കെ ഏകദേശം ഒരു പിടിപാടായി. 6 മണിക്ക് മുൻപ് വീട്ടിലെത്തണമെന്ന് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? KGF 2 കണ്ടു കഴിഞ്ഞതിന് ശേഷം KGF 3 ഉണ്ടാവുന്നുള്ളൊരു ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം KGF 3 ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ വേറെ ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ കണ്ടു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ തന്നിട്ടുണ്ട്. KGF 2 ശേഷം മറ്റൊരു പാർട്ട് കൂടി KGF 3 എന്ന് പറയുന്ന ആ ഒരു സിനിമ കൂടി വരുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു കൺഫർമേഷൻ തന്നെ അന്ന് തന്നെ നമുക്ക് കിട്ടിയിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ എന്ന്, എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം ഇപ്പോൾ കറക്റ്റായിട്ട് ലഭിച്ചേക്കാണ്. പ്രശാന്തിയിൽ തന്നെ ഇപ്പോൾ കൺഫർമേഷൻ തന്നേക്കാണ്. KGF എന്ന് പറയുന്ന സിനിമയുടെ ഫ്രാഞ്ചൈസിക്കകത്ത് KGF 3 എന്ന് പറയുന്ന സിനിമ വരാനായിട്ട് പോവാണ്. KGF 3 സിനിമയുടെ സ്ക്രിപ്റ്റ് ഓൾറെഡി ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പറയുന്ന സമയത്ത് റോക്കി ബായ് തിരിച്ചു വരുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. KGF സിനിമ കണ്ടു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. റോക്കി ബായ് വെള്ളത്തിന്റെ അടിയിലോട്ട് പോയിരിക്കുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെട്ടോ, അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള 100 കൂട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തിരിച്ചു വരവനായിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമയുടെ ഒരു പ്രീക്വൽ പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ KGF 3 വരുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വന്നേക്കുന്ന ഒരു റൂമറുടെ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ സിനിമ എപ്പോഴായിരിക്കും റിലീസ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം തന്നെയായിരിക്കും എല്ലാവരും ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. കാരണം സലാറിന് ശേഷമായിരിക്കും എന്തായാലും KGF വരാന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ സലാറിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കേൾക്കുന്ന സമയത്ത് തന്നെയാണ് KGF വേണ്ടി നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. സലാർ സിനിമയുടെ ഷൂട്ടിംഗ് സലാർ സെക്കൻഡ് പാർട്ട് ഷൂട്ടിംഗ് ഈ മാസം അവസാനത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിന്ന് തന്നെയായിരുന്നു. അതായത് സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഷൂട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് പൃഥ്വിരാജ്, പ്രഭാസ് കൂടിയിട്ടുള്ള ഒരു വലിയൊരു ആക്ഷൻ ത്രില്ലറായിട്ട് തന്നെയായിരിക്കും ഈ സിനിമ വരാനുള്ളൊരു കാര്യം തന്നെയായിരുന്നു സലാർ സിനിമയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ സലാർ സിനിമയുടെ ചില സാങ്കേതിക കാരണത്താൽ ഇപ്പോൾ അറിയാം കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ട് അതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രഭാസ് ഭയങ്കര തിരക്കിലാണ്. അതുപോലെ പൃഥ്വിരാജ് മറ്റ് സിനിമകൾ എമ്പുരാനൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിൽ തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ കാസ്റ്റിന്റെ അൺഅവൈലബിലിറ്റി കാരണം ഈ സിനിമ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ മുമ്പേ ഭയങ്കരമായിട്ട് ട്രെൻഡായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അത് കൺഫേം ആയിക്കാണ്. സലാർ സിനിമ ഓൾറെഡി പെൻഡിങ്ങിലാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പം ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മിക്കവാറും ഈ വർഷം അവസാനം അതല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമായിട്ടായിരിക്കും ഈ സിനിമയുടെ ഷൂട്ടിംഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓൾറെഡി കുറച്ച് ഭാഗങ്ങൾ സലാർ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയൊരു ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഇനിയും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തോടു കൂടിയായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് കഴിയാന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം മോസ്റ്റ് പ്രോബബ്ലി 2026 കൂടിയായിരിക്കും KGF സിനിമയുടെ തേർഡ് പാർട്ടായിട്ടുള്ള KGF 3 ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൾറെഡി സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പക്കാ ലോക്കാണ് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചും റോക്കി ബായ് തിരിച്ചു വരുമെന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചും കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മലയാള സിനിമയിലെ ഒരേ ഒരു രാജാവ് ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് വലിയ തർക്കങ്ങളൊന്നുമില്ല. അതാത് ഫാൻസ് പറയുന്നു, അതാത് ഫാൻസിന്റെ സ്റ്റാർ തന്നെയാണ് ഒരേ ഒരു രാജാവ് എന്നൊരു കാര്യം എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിനെക്കുറിച്ചുള്ളൊരു ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ IMDbയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടായിരുന്നു കാണാനായിട്ട് പറ്റിയിരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് 2014 മുതൽ 2024 വരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടേക്കുന്ന, ഗ്ലോബലി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടേക്കുന്ന താരങ്ങളുടെ ലിസ്റ്റ് IMDb പുറത്തുവിട്ടായിരുന്നു. സാധാരണ ടോപ്പ് നമ്പർ 1 എന്തായാലും ഒരു മലയാളം ആക്ടർ വരില്ല എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. കാരണം മലയാള സിനിമയുടെ റീച്ച് വെച്ച് നോക്കുന്ന സമയത്ത് എന്തായാലും ബോളിവുഡ് സിനിമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ റീച്ച് വരാന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. അതും ഷാരൂഖ് ഖാൻ തന്നെയായിരിക്കും 1ാം സ്ഥാനത്ത് നിൽക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.
പക്ഷേ പതിവിലും പ്രതീക്ഷയ്ക്കും അപ്പുറമായിട്ട് ഈ പ്രാവശ്യം ടോപ്പ് നമ്പർ 1 വന്നേക്കുന്ന ആക്ടർ എന്ന് പറയുന്നത് ഒരു ആക്ടർ അല്ല, യഥാർത്ഥത്തിലെ ആക്ട്രസ് ആണ്. ദീപിക പതുക്കോണാണ് IMDbയുടെ ലിസ്റ്റിംഗ് പ്രകാരം കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്ലോബലി സെർച്ച് ചെയ്യപ്പെട്ടേക്കുന്ന ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടേക്കുന്ന ഇന്ത്യൻ ആക്ടറിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദീപിക പതുക്കോണാണ്. 2-ാം സ്ഥാനത്താണ് ഷാരൂഖ് ഖാൻ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തുടർന്ന് ഐശ്വര്യ റോയ് ബച്ചൻ, അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അമീർ ഖാനൊക്കെ 6-ാം സ്ഥാനത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൗത്തിൽ നിന്നും ഏതൊരു ആക്ടർ ആയിരിക്കാം ഈ ഒരു സ്ഥാനത്ത് ഉണ്ടാവുക? ടോപ്പ് 50-ലെങ്കിലും ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടറിനെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി തലപതി വിജയനെ കുറിച്ചായിരുന്നു കുറെ ആൾക്കാർ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തലപതി വിജയുടെ സ്ഥാനം എന്ന് പറയുന്നത് 35-ലാണ് നിൽക്കുന്നത്. 35-ാം സ്ഥാനത്താണ് തലപതി വിജയ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു മലയാള താരം ഉണ്ടാവുന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 50 ആക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു മലയാള താരം ഉണ്ടാവുന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു പേര് എന്ന് പറയുന്നത് സാക്ഷാൽ മോഹൻലാലിനെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്ലോബലി സെർച്ച് ചെയ്യപ്പെട്ടേക്കുന്ന ഇന്ത്യൻ ആക്ടേഴ്സിന്റെ ലിസ്റ്റിനകത്ത് ടോപ്പ് 48 നിൽക്കുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത്, 48-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെയാണ്. അപ്പോൾ എല്ലാവരും ഒരു ചോദ്യം എന്ന് പറയുന്നത് മമ്മൂക്കയുടെ സ്ഥാനം എത്രാമത്തെ സ്ഥാനം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. മമ്മൂക്കയുടെ സ്ഥാനം എന്ന് പറയുന്നത് 63-ാം സ്ഥാനമാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. ടോപ്പ് 50-യുടെ അകത്ത് വന്നേക്കുന്ന ഒരേ ഒരു ആക്ടർ എന്ന് പറയുന്നത് മോഹൻലാൽ മാത്രമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വന്നേക്കുന്ന റീസെന്റ് സർവേയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓരോ ഒരു രാജാവ് മോഹൻലാൽ എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ടർബോ സിനിമയുടെ ഒരു ട്രെൻഡിംഗ് ലിസ്റ്റ് നമുക്ക് മുമ്പേ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കൽക്കി 2898 എന്ന് പറയുന്ന 98 AD എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമ, പ്രഭാസ് എന്ന് പറയുന്ന ഒരു വലിയ ആക്ടർ, ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റ് ഒരു ബ്രഹ്മാണ്ഡ സിനിമ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് മുകളിലായിരുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തു നിറഞ്ഞ സിനിമയുടെ ലിസ്റ്റിനകത്ത് ടർബോ സിനിമ വന്നായിരുന്നു. 1-ാം സ്ഥാനത്തായിരുന്നു ടർബോ സിനിമയുടെ റേറ്റിംഗ് ആയിരുന്നത്. പക്ഷേ IMDbയുടെ സ്റ്റാർ ലിസ്റ്റിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യപ്പെട്ടേക്കുന്ന ആക്ടേഴ്സ് ലിസ്റ്റിനകത്ത് മുൻപന്തി നിൽക്കുന്നത് മോഹൻലാൽ തന്നെയാണ്, ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ്റെ എമ്പുരാനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എക്സൈറ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എമ്പുരാൻ സിനിമയിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഗംഭീരമാണ് ഒരു സ്റ്റാറിന്റെ ഒരു അപ്ഡേറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്ക് അത് വരാൻ പോകുന്ന ഒരു വില്ലനാണോ നായകനാണോ എന്നൊരു കാര്യം അറിയില്ലെങ്കിൽ പോലും ഇങ്ങനെ വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ഗംഭീര സംഭവം തന്നെയായിരിക്കും എന്നൊരു കാര്യം നമ്മൾ മുമ്പേ തന്നെ പല സിനിമകളിലും കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ലോകേഷ് കനകരാജിന്റെ കൈദി സിനിമയ്ക്ക് അതാണെന്നുണ്ടെങ്കിൽ വിക്രം സിനിമയ്ക്ക് അതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉഗ്രം വില്ലനായിട്ട് വന്നേക്കുന്ന അർജുൻ ദാസ് ആണ് എമ്പുരാൻ സിനിമയിൽ വന്നേക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത്. നമുക്കറിയാം മുമ്പ് ടെർബോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അർജുൻ ദാസ് ഉണ്ടാകുന്ന ഒരു കാര്യം മുമ്പേ തന്നെ വന്നിരുന്ന ഒരു അപ്ഡേറ്റ് അത് വന്നിരുന്നു, റൂമറായിട്ട് വന്നിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ അന്നത് വെറും ഒരു റൂമർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ സിനിമയ്ക്കകത്ത് അതേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ്. ആക്ച്വലി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ളൊരു പിക്ചർ പോലും കാണാനായിട്ട് സാധിച്ചായിരുന്നു. അർജുൻ ദാസ് എമ്പുരാൻ സിനിമയ്ക്ക് അതൊരു പ്രധാന വേഷത്തിൽ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിവേസ്, ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്? ഐ മീൻ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? KGF 3ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? ഒരു കാലഘട്ടത്തിൽ KGF എന്ന് പറയുന്ന സിനിമ നമ്മുടെ മലയാളത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഓളം എന്ന് പറയുന്നത് ഇന്നും മറക്കാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു ഓളം തന്നെയാണ്. കാരണം ഈ സിനിമ കാണുന്ന സമയത്ത് ഒരു കന്നഡ സിനിമയായിട്ടല്ല, യഥാർത്ഥത്തിൽ ഒരു മലയാള സിനിമ പോലെ തന്നെ അത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെട്ട് കണ്ടേക്കുന്ന ഒരു സിനിമ തന്നെയാണ് KGFന്റെ 2 സിനിമകൾ എന്ന് പറയുന്നത്. സോ ഈ സിനിമയുടെ ഒരു 3rd ഇൻസ്റ്റാൾമെന്റ് വരുന്ന സമയത്ത് എത്ര പേരാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേജിലോട് ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ മാക്സിമം പേജിലോട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ്വീൻ ആൾസ് ബൈ.